രാമൻ ഈശ്വരനായിട്ടല്ല, മനുഷ്യജന്മം എടുത്ത് മനുഷ്യനായി ജീവിച്ച് മനുഷ്യൻ്റെ ജീവിത ക്ലേശങ്ങളിലൂടെ മനുഷ്യൻ്റെ ജീവിത സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോഴുള്ള ഒരു ദാർശനിക ഭാവം എന്തായിരിക്കും, എങ്ങനെയാണ് അത് നിത്യജീവിതത്തിൽ നമുക്ക് പ്രായോഗികമാക്കാൻ കഴിയുക എന്ന വിഷയം ആയിട്ട് അതിനെ വായിക്കാം. വസിഷ്ഠൻ പറഞ്ഞു, വസിഷ്ഠൻ വളരെ ബുദ്ധിയുള്ളൊരുത്തനാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. വസിഷ്ഠൻ പറഞ്ഞു അതൊക്കെ ശരിയാണ്, അത് ഏറ്റവും നല്ല കാര്യമാണ്, അത് തന്നെയാണ് വേണ്ടത്. നമുക്ക് വയ്യാതെ വരുമ്പോൾ നമ്മൾ മാറണം. അങ്ങേക്ക് അങ്ങനെ തോന്നിയത് ധാർമ്മികമായി ശരിയായ തീരുമാനമാണ്. പക്ഷേ അങ്ങയുടെ മനസ്സിൽ ആരാണ് അതിന് പകരമായിട്ടുള്ളത് എന്ന് ചോദിച്ചു. ഇയാൾ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയി. എട്ടിൻ്റെ പണി എന്നൊക്കെ പറയില്ലേ, പെട്ടുപോയി. ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ കനോട്ട് ഡു എനിത്തിങ്. കാരണം ഇയാൾക്കത് പറ്റില്ല. ഇയാൾ എന്ത് പറയും? എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം വരും. അപ്പം അത് ആ ഒരു സംഘർഷമാണ് ഇയാൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോയത്. ഇന്ന് ലോകം മുഴുവൻ അശാന്തിയുടെ പർവ്വത്തിൽ ഉഴലുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിഹാസങ്ങളും പുരാണങ്ങളും ധാരാളം ഭാരതത്തിലുണ്ട്. ഇത് പഠിച്ചവരും പഠിക്കാത്തവരും ഉണ്ട്. എന്നിട്ടും ശാന്തിയും സമാധാനവും തേടി അലയുന്ന ആളുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നു. ഇവിടെയാണ് ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും എല്ലാം പ്രസക്തി മനുഷ്യൻ ഇനിയും തിരിച്ചറിയണം എന്ന് അങ്ങേയപ്പോലുള്ള ആളുകളുടെ മഹിത പ്രഭാഷണങ്ങൾ പലകുറി കേട്ടിട്ടും ജനം ഒരു കാരണവും അതിൽ നിന്നും ഒരു കാര്യവും മനസ്സിലാക്കാതെ ഓടിപ്പാഞ്ഞ് നടക്കുന്നതായി പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇന്ന് ഈ സ്റ്റുഡിയോയിൽ സാറിന് കിട്ടിയതിൽ അങ്ങേയറ്റം സന്തോഷം. നന്ദി. നമസ്കാരം. എനിക്ക് സാറിനോട് വളരെ വിനീതനായി ചോദിക്കാനുള്ള ഒരു കാര്യം, എല്ലാ കാലത്തും പ്രസക്തിയുള്ള, അതായത് എഴുതപ്പെട്ടതിന് ശേഷം ഇനി യുഗാന്ത്യത്തോളം പ്രസക്തി ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന രാമായണത്തെക്കുറിച്ച് തന്നെയാണ്. രാമായണം, ആ രാമാഞ്ഞു കഴിഞ്ഞാൽ എല്ലാമായി, രാമൻ്റെ അയനം രാമായണം. എങ്ങനെ വിവക്ഷിച്ചാലും സംസ്കൃത ചിത്തനാകാൻ വേണ്ടി ഒരു മനുഷ്യൻ എന്തൊക്കെ പാരായണം ചെയ്യണം, എന്തൊക്കെ മനസ്സിലാക്കണം, എന്തൊക്കെ മനനം ചെയ്യണം എന്നുള്ളതിൻ്റെ ഏറ്റവും ദിവ്യമായ ലഭിച്ചിട്ടുള്ള മഹത്തായ ഗ്രന്ഥങ്ങളിൽ ഒന്ന് തന്നെയാണ് രാമായണം. പലകുറി പല വേദികളിൽ പലവട്ടം പല ആളുകളോടും പല രീതിയിൽ അതേക്കുറിച്ച് സംബന്ധിച്ചിട്ടുള്ള രാധാകൃഷ്ണൻ സാറ് നമുക്ക് വേണ്ടി, വിശ്വാസത്തിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി അത് ഒന്നുകൂടി പറയുന്നു, വ്യക്തമാക്കുന്നു. സർ, രാമായണം പലതരത്തിൽ വായിക്കാം. ഓരോരുത്തരും അവരവരുടെ രാമായണമാണ് വായിച്ച് മനസ്സിലാക്കാറുള്ളത്. രാമായണം ഒരു ദാർശനിക ഗ്രന്ഥമായിട്ടാണ് ഫിലോസഫി പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ളവർ ആദ്യം അത് വായിക്കുക. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്വൈത വേദാന്ത സാരം സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് കാണാൻ കഴിയും, എങ്ങനെയാണത് മനുഷ്യ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് രാമായണത്തിൽ ആഖ്യാനം ചെയ്യുന്ന പല കാര്യങ്ങളിൽ ഒന്ന്. അതുകൊണ്ടാണ് ഇതിന് മനുഷ്യ കഥാനുഗാനമാണ്. രാമൻ ഈശ്വരനായിട്ടല്ല, മനുഷ്യജന്മം എടുത്ത് മനുഷ്യനായി ജീവിച്ച് മനുഷ്യൻ്റെ ജീവിത ക്ലേശങ്ങളിലൂടെ മനുഷ്യൻ്റെ ജീവിത സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോഴുള്ള ഒരു ദാർശനിക ഭാവം എന്തായിരിക്കും, എങ്ങനെയാണ് അത് നിത്യജീവിതത്തിൽ നമുക്ക് പ്രായോഗികമാക്കാൻ കഴിയുക എന്ന വിഷയം ആയിട്ട് അതിനെ വായിക്കാം. ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, രാമായണം ലോകത്തുണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഗഹനമായ നിയമഗ്രന്ഥം കൂടിയാണ് എന്നുള്ളതാണ്. എ ലീഗൽ റീഡിംഗ് ഓഫ് രാമായണ. രാമായണത്തെ ഒരു നിയമഗ്രന്ഥമായിട്ട് എങ്ങനെ കാണാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യവും നമ്മൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ളൊരു കാര്യവും ഒക്കെ, ഒരു ദിവസം രാവിലെ ദശരഥൻ തൻ്റെ മൂത്ത മകനായ രാമന് രാജാവാക്കാൻ തീരുമാനിച്ച്, എന്നിട്ട് വിളിച്ചു പറഞ്ഞ്, രാമ നീ നാളെ തുടങ്ങി രാജാവായിക്കോ എന്ന് പറഞ്ഞു എന്ന രീതിയിലാണ് കഥകളായി പ്രചരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അതങ്ങനെയല്ല. നമ്മുടെ ഇന്ന് നമ്മൾ അനുവർത്തിക്കുന്ന ഈ പ്രൊസീജിയർ റൂൾസ് ഉണ്ട്, പ്രൊസീജിയർ പ്രോട്ടോക്കോൾ എന്നൊക്കെ പറയുന്ന
ആ പ്രോട്ടോക്കോൾ ഇന്ന് അനുവർത്തിക്കുന്ന ആ പ്രോട്ടോക്കോൾ മുഴുവൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അനുവർത്തിച്ചിട്ടാണ് രാമനെ തിരഞ്ഞെടുക്കുന്നത്. രാമനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ചർച്ച ആരംഭിക്കുന്ന അനൗപചാരികമായിട്ടാണ്. ഒരു ദിവസം ഈ ദശരഥൻ്റെ കച്ചേരി എന്ന് പറഞ്ഞാൽ രാജ്യ സദസ്സ്, ആ സദസ്സ് കഴിഞ്ഞ് വസിഷ്ഠനുമായിട്ട് നടക്കുന്ന സമയത്ത് പറഞ്ഞ്, ഗുരുനാഥ, എനിക്ക് പ്രായമാകുന്നു, എനിക്ക് പഴയ രീതിയിൽ രാജ്യകാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഊർജം കിട്ടുന്നില്ല. അപ്പോൾ മറ്റാരെങ്കിലും ഇനി രാജാവായിട്ട് വരേണ്ടത് അയോധ്യയുടെ അഭിവൃദ്ധിക്ക് അത്യാവശ്യമാണ്. അങ്ങനെ അങ്ങയുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, വസിഷ്ഠൻ വളരെ ബുദ്ധിയുള്ളൊരുത്തനാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. വസിഷ്ഠൻ പറഞ്ഞു, അതൊക്കെ ശരിയാണ്, അത് ഏറ്റവും നല്ല കാര്യമാണ്, അത് തന്നെയാണ് വേണ്ടത്. നമുക്ക് വയ്യാതെ വരുമ്പോൾ നമ്മൾ മാറണം. അങ്ങേക്ക് അങ്ങനെ തോന്നിയത് ധാർമ്മികമായി ശരിയായ തീരുമാനമാണ്. പക്ഷേ അങ്ങയുടെ മനസ്സിൽ ആരാണ് അതിന് പകരമായിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, നിയമപരമായി നോക്കുകയാണെങ്കിൽ എൻ്റെ മൂത്ത മകൻ രാമനാണ് നിയമപരമായി രാജ്യത്തിന് അവകാശി. അതെന്താണെന്ന് വെച്ചാൽ, അന്ന് നിലവിലുള്ള നിയമമനുസരിച്ച് ഒരു ചക്രവർത്തിയുടെ അല്ലെങ്കിൽ രാജാവിൻ്റെ മൂത്ത മകന് മറ്റ് അയോഗ്യതകളില്ലെങ്കിൽ അയാൾ സ്വാഭാവികമായിട്ട് രാജാവായി വരണം എന്നുള്ളതാണ്. അയോഗ്യരാണെങ്കിൽ ആകാൻ പറ്റില്ല. അപ്പോൾ വസിഷ്ഠൻ ഉടനെ പറഞ്ഞ്, അദ്ദേഹം തീർച്ചയായിട്ടും നല്ല കാര്യമാണ്, അദ്ദേഹം അങ്ങയേക്കാൾ നല്ല രാജാവായിരിക്കും എന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞപ്പോൾ ദശരഥൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് എന്നേക്കാൾ നല്ല രാജാവായിരിക്കും എന്ന് പറയാൻ കാരണം? 1, 2, 3 എന്ന് 3 കാരണങ്ങൾ പറഞ്ഞു കൊടുത്തു. അത് ആ സംഭാഷണം അന്ന് അവിടെ അവസാനിച്ചു. അടുത്ത ദിവസം ഇദ്ദേഹം സുമന്ത്രർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയോട് ഇതേ കാര്യം ഇതുപോലെ തന്നെ സ്വകാര്യമായി സംസാരിച്ചു. സുമന്ത്രരും അത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മന്ത്രിമണ്ഡലത്തിലുള്ള 8 പേരോടും ഓരോരുത്തരുമായി കണ്ട് ഇത് സംസാരിച്ചു. അവരെല്ലാവരും രാമൻ ആകുന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ചു. അത് കഴിഞ്ഞ് രാജസദസ്സിൽ വന്നിട്ട് ആ രാജസദസ്സിലുള്ള പ്രമാണിമാരെ ഓരോരുത്തരെയും വിളിച്ച് സംസാരിച്ചു. ഇതൊരു കോഴ്സായിട്ടാണ് എടുക്കണം, കുറേ ദിവസം എടുത്ത്. അങ്ങനെ സംസാരിച്ച് ഇവർ തമ്മിൽ ഒരു കൺസെൻസസിൽ എത്തിയതിന് ശേഷം, ഒരു ധാരണയിലെത്തിയതിന് ശേഷം രാജാവ് ഈ വിവരം രാജസദസ്സിൽ അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു ആശയമുണ്ട്, എന്താണ്, നിങ്ങൾക്കത് സമ്മതമാണെങ്കിൽ നമുക്ക് നടപ്പിലാക്കാം. അവിടെയും ജനാധിപത്യപരമായ രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് ദശരഥൻ കടന്നത്. നിങ്ങൾക്കത് സമ്മതമാണെങ്കിൽ നടപ്പിലാക്കാം. അപ്പോൾ ഉടനെ പറഞ്ഞു, ശരി, ഞങ്ങൾ സന്തോഷിക്കുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഈ കാര്യം രാമനോട് പറയണം. അതുവരെ രാമനെ അറിയിച്ചിട്ടില്ല. നേരെ വസിഷ്ഠൻ പോകുന്നു. വസിഷ്ഠൻ ചെന്നിട്ട് രാമനെ വിളിച്ചുകൊണ്ട് വരുന്നു. രാമനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് രാമൻ ആ സദസ്സിൽ നിന്ന് രാജാവിനെ അഭിസംബോധന ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അയോധ്യാധിപനായ ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത പുത്രനായ രാമചന്ദ്രൻ മഹാരാജാവിനെ മുഖം കാണിക്കാൻ നിൽക്കുന്നു. ഇതാണ് പറയുന്ന വാക്യം. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഫോർമൽ ലാംഗ്വേജ്, ഇന്നും ആ ഫോർമൽ ലാംഗ്വേജ് തന്നെ വേണം. പലരും ഈ സത്യപ്രതിജ്ഞ ഇഷ്ടം പോലെയൊക്കെ ചെയ്യുന്നതിൻ്റെ വൃത്തികേടുകൾ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഭരണഘടനയിൽ സത്യപ്രതിജ്ഞയുടെ രൂപം കൊടുത്തിട്ടുണ്ട്, ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് തന്നെ എടുക്കണം. ആ ഫോർമാറ്റിലല്ലെങ്കിൽ സത്യപ്രതിജ്ഞ അസാധുവായി പ്രഖ്യാപിക്കാൻ കോടതിക്ക് കഴിയും. സാർ, ഒരു സംശയം ഇടയിൽ ചോദിച്ചോട്ടെ? ഇപ്പോൾ രാമായണം ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ്, അല്ലെങ്കിൽ സാറ് ആദ്യം പറഞ്ഞ പോലെ ഒരു സമ്പൂർണ്ണ നിയമഗ്രന്ഥമാണ്, ജീവിത പദ്ധതിക്ക് ആവശ്യമായ ഒരു നിയമഗ്രന്ഥം തന്നെയാണെന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ രാമൻ രാജ്യസഭയിൽ തൻ്റെ അച്ഛനായിട്ട് പോലും മഹാരാജാവായ ദശരഥനോട് ആ ഔപചാരികമായ ഭാഷയിൽ തന്നെ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ മുതൽ നമ്മൾ പഠിക്കേണ്ടതായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്? അല്ല, അങ്ങനെയല്ല. അതിനകത്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ രാമൻ അഭിസംബോധന ചെയ്യുന്നത് അയാളുടെ അച്ഛനെ അല്ല, രാജാവിനെയാണ്, ചക്രവർത്തിയെയാണ്. ചക്രവർത്തിയുടെ മുന്നിൽ ഏത് പ്രജ വന്ന് നിന്ന് കഴിഞ്ഞാലേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നും പ്രധാനമന്ത്രിയെ നിശ്ചയിക്കുന്നത്, പാർട്ടികളുടെ പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നത്, മുഖ്യമന്ത്രിമാരെ നിശ്ചയിക്കുന്നതിനൊക്കെ ഈ പ്രോട്ടോക്കോളാണ് ഇന്നും പിന്തുടരുന്നത്. ഈ പ്രോട്ടോക്കോൾ പിന്തുടർന്നിട്ടാണ് രാമനെ രാജാവാക്കാൻ തീരുമാനിച്ചത്.
ഇതിനകത്ത് വേറെ ഒരു ലീഗൽ ഇഷ്യൂ, ഇത് വലിയ ഒരു ലീഗൽ ഇഷ്യൂ ഇതിനകത്ത് അന്തർലീനമായതുകൊണ്ടാണ് കൈകേയി പറഞ്ഞപ്പോൾ രാമനെ മാറ്റാൻ ദശരഥന് അധികാരമില്ല എന്ന് പറയാൻ കാരണം. ദശരഥൻ പറയുന്നുണ്ട് എനിക്കതിന് അധികാരമില്ല. എന്തു പറഞ്ഞു? കാരണം രാമനെ രാജാവാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ദശരഥനല്ല, രാജ്യസഭയാണ്. രാജസദസ്സ് തീരുമാനിച്ചേക്കാണ്. ആ രാജസദസ്സിന് മാത്രമേ രാമനെ അരാജാവാക്കാനും പറ്റൂ. അതാകട്ടെ അതിനുള്ള മതിയായ കാരണം പറയണം. അങ്ങനെ കാരണം പറയുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊരു ന്യായം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ വിനയസമ്പന്നൻ ആയിട്ടൊന്നുമല്ല. ഇയാൾ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയി, എട്ടിൻ്റെ പണി എന്നൊക്കെ പറയില്ലേ, പെട്ടുപോയി. ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ കനോട്ട് ഡു എനിത്തിങ്. കാരണം ഇയാൾക്കത് പറ്റില്ല. ഇയാൾ എന്ത് പറയും? എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം വരും. അപ്പോൾ അത് ആ ഒരു സംഘർഷമാണ് ഇയാൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോയത്. അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ഇതാണ് പ്രൊസീജിയറൽ ലോ എന്ന് പറയുന്ന സാധനം. ഇപ്പം ഉണ്ടത് കോടതിയിൽ നിങ്ങളൊരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ കോടതി ആകെ ശ്രദ്ധിക്കുന്നത് ഒറ്റ കാര്യം മാത്രമാണ്, പ്രൊസീജിയർ പാലിച്ചിട്ടുണ്ടോ. ഒരാളെ പിരിച്ചുവിടാൻ ഒരു പ്രയാസമില്ല. പക്ഷേ പിരിച്ചുവിടാനുള്ള നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചാണ് ഒരാളെ പിരിച്ചുവിട്ടതെന്നുണ്ടെങ്കിൽ കോടതി പിന്നെ അതിനകത്ത് ഇടപെടില്ല. പരീക്ഷ നടത്തിപ്പ് കോടതി ആകെ നോക്കുന്നത് അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നാണ്. ആ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടാണ് ഒരു പരീക്ഷ നടത്തിയതെന്നുണ്ടെങ്കിൽ കോടതി അത് ഇടപെടില്ല. കാരണം ഈ പ്രൊസീജിയർ ലോ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ പ്രൊസീജിയർ ലോ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ വന്നിട്ടില്ല എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രൊസീജിയർ ലോ ഉള്ളത്. അത് ഏറ്റവും മനോഹരമായി നടപ്പിലാക്കിയ ഒരു സന്ദർഭം രാമായണത്തിലാണ് കാണാൻ കഴിയുന്നത്. ഞാനിതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ പറഞ്ഞതാണ്, രാമായണത്തിലാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ രാമായണത്തെ നമുക്ക് ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഇന്ന് നമ്മൾ നമ്മുടെ കോടതികളിൽ എപ്പോഴും പരാമർശിച്ചുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം നിയമവ്യവഹാര മേഖലകളുണ്ടോ ആ വ്യവഹാര മേഖലകളെ മുഴുവനും വളരെ സജീവമായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് രാമായണം എന്ന കാര്യം പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകാറാണ് പതിവുള്ളത്. രാമായണത്തിന് ഇങ്ങനൊരു സൈഡുണ്ട്. അതിനിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു നിയമഗ്രന്ഥമാണ്. എങ്ങനെയാണ് ആ ഓരോ നടപടിക്രമങ്ങളെ എങ്ങനെ പാലിക്കണം, അതിൻ്റെ അണ്ണുവിട ഇത് മാറ്റാതെയാണ് അതിനകത്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഇതിനകത്ത് ഒന്ന് മാറ്റിക്കളയാം അങ്ങനെ തീരുമാനിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റാൻ സാധ്യമല്ല. ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റാനേ സാധ്യമല്ല. എന്താണോ അതിൻ്റെ നടപടിക്രമം ആ നടപടിക്രമം പാലിച്ചിരിക്കണം. നടപടിക്രമം പാലിക്കാതെ ഒരു കാര്യം ചെയ്യാൻ രാജാവിന് അധികാരമില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. തീർച്ചയായും. അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും പരമപ്രധാനം എന്ന് നാം പറയുന്ന റൂൾ ഓഫ് ലോ, ആ റൂൾ ഓഫ് ലോ ഉണ്ടെങ്കിലേ ജനാധിപത്യം നിലനിൽക്കും. ആ റൂൾ ഓഫ് ലോ ഏറ്റവും ശക്തമായി നടപ്പിലാക്കിയ ഗ്രന്ഥം എന്ന പരിഗണന രാമായണത്തിനുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇത് ബാക്കി നിങ്ങൾക്കതിനെ ഭക്തി ഗ്രന്ഥമായിട്ട് ഇത് വായിക്കാം, അതിൻ്റെ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് പറയാം, അതിൻ്റെ രാഷ്ട്ര വ്യവഹാര സംഹിതകളെക്കുറിച്ച് പറയാം, അതിൻ്റെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് പറയാം. പലപ്പോഴും നമ്മൾ അതിനകത്ത് ഉള്ളത് ഈ കുടുംബ ബന്ധങ്ങളിലും ഒക്കെ മുഴുകിയിട്ട് ബാക്കി കാര്യങ്ങൾ വിസ്മരിക്കാറാണ്. അങ്ങനെയല്ല, അതിസൂക്ഷ്മമായ നിയമവ്യാഖ്യാന ഗ്രന്ഥം കൂടിയാണ്, നിയമ ആഖ്യാനം മാത്രമല്ല നിയമവ്യാഖ്യാന ഗ്രന്ഥം കൂടിയാണ് രാമായണം എന്നാണ് എനിക്ക് ആരംഭമായി പറയാനുള്ളത്.